എല്ലാ കുട്ടികൾക്കും ഹാപ്പി ലേണിംഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Today we are going to discuss the remaining part of our English class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ജനറൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇംഗ്ലീഷ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ വിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് അക്കാഡമിക് ലേണിംഗ് സ്കൂളുകളിലെ നമ്മുടെ ഇംഗ്ലീഷ് വിഷയ പഠനത്തിന് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു ടോപ്പിക്കാണ്. എന്നാലും ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചില കൺഫ്യൂഷൻസും അതുപോലെ തന്നെ യൂസേജിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് ഈ ഒരു ക്ലാസ്സോട് കൂടിയെങ്കിലും നമ്മൾ കൃത്യമായി എഴുതി വെച്ച് പഠിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ടോപ്പിക് ഓക്സിലറി വേർബ്സ് ആണ്. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഏരിയയാണ് നമ്മുടെ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്ന ഏരിയ. ഓക്സിലറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഹെൽപ്പിംഗ്, സപ്പോർട്ടിംഗ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ വേർബുകളെ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും പറയാറുണ്ട്. അഥവാ ഓക്സിലറീസിനെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയും. വൈ ദേ ആർ കോൾഡ് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് ഭാഷ എഴുത്തിലെ ഒരു സെന്റൻസിൽ പല വിധത്തിലും ടെൻസ് ഫോർമേഷൻ, അതുപോലെ തന്നെ മറ്റൊരുപാട് ഘട്ടങ്ങളിൽ ഒരു മെയിൻ വെർബിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ മെയിൻ വെർബിൻ്റെ ഫങ്ഷൻ കൃത്യമായി നിർവഹിക്കുന്നിടത്ത് സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വാക്കുകളെയാണ് നമുക്ക് ഓക്സിലറി വേർബ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക്, അഥവാ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് ഓർ ഓക്സിലറി വേർബ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏതൊക്കെയാണ്, എത്ര എണ്ണമാണ് ഓക്സിലറി വേർബ്സ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഓക്സിലറി വേർബ്സ് ടോട്ടൽ ഒന്ന് എഴുതി നോക്കാം. 24 വേർഡ്സ് ആണ് ഇംഗ്ലീഷിൽ നമ്മൾ കോമൺ ആയിട്ട് ഓക്സിലറി വേർബ്സ് എന്ന് പറയാറുള്ളത്. 24 വേർഡ്സ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ആം, ഈസ്, ആർ, ഇത് മൂന്നും നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. ഈ ബാക്കിയുള്ള എഴുതുമ്പോഴൊക്കെ തന്നെ നമുക്ക് അറിയാം, നമ്മൾ നിത്യജീവിതത്തിലെ ഇനി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലാത്തപ്പോൾ പോലും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആവശ്യത്തിന് വേണ്ടി അല്ലാത്തപ്പോൾ പോലും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത്തരം വാക്കുകൾ. ആം, ഈസ്, ആർ. വാസ്, വേർ, ഇങ്ങനെ 5 എണ്ണം. ഡു, ഡസ്, ഡിഡ്, ഇത് 3 എണ്ണം. ഡു, ഡസ്, ഡിഡ്. ദെൻ have, has, had, ഇങ്ങനെ 3 എണ്ണം. ഇപ്പോൾ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7,
8, 9, 10, 11 ഇങ്ങനെ 11 ബാക്കി നമുക്ക് എഴുതാം. Can, could, will, would, shall, should, may, must, might. 11 നമ്മുടെ ഇവിടെ എണ്ണി 12, 13, 14, 15, 16, 17, 18, 19, 20 ടോട്ടൽ 24 ആണ് നമ്മുടെ ഇംഗ്ലീഷ് ഓക്സിലറീസ് ആയിട്ട് നമ്മൾ കാണുന്നത്. 24 വേർഡ്സിനാണ്. ഇനി 4 കൂടിയേ ബാക്കിയുള്ളൂ. ആ 4 നമുക്ക് ഇവിടെ എഴുതാം. Need, dare, used, ought. Used, ought-ന്റെ കൂടെ നമ്മൾ used to എന്ന് ചേർത്താണ് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ പറയാം used to, ought to. സോ നമ്മളിപ്പോൾ ഓക്സിലറീസിനെ ജസ്റ്റ് ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടുകയാണ് ചെയ്തത്. am, is, are, was, were. do, does, did, have, has, had. can, could, will, would, shall, should, may, might, must, might, need, dare, used to, ought to. ഇതാണ് 24 ഓക്സിലറീസ് ഇൻ ഇംഗ്ലീഷ്. ഇതിൽ ഈ ഒരു 5 നമ്മൾ ബി ആൻഡ് ഇറ്റ്സ് ഫാമിലി എന്ന് പറയും. ബിന്റെ ഗ്രൂപ്പിൽപ്പെട്ടതാണ് 5. ബി എന്നാണ് ടോട്ടൽ. ഇത് നമുക്ക് ബി ഗ്രൂപ്പ് എന്ന് പറയാം. ബി. ഇവയെ നമുക്ക് ഡൂവിൻ്റെ ഫാമിലിയാണ്. ഡു, ഡസ്, ഡിഡ്. ഇത് നമുക്ക് ഹാസിന്റെ ഫാമിലി ആയിട്ടും പറയാം. ആം, ഈസ്, ആർ, വാസ്, വേർ ബി ഫാമിലിയാണ്. ഡു, ഡസ്, ഡിഡ് ഡു ഫാമിലിയാണ്. ഹാവ്, ഹാസ്, ഹാഡ് ഹാസ് ഫാമിലിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 കാറ്റഗറി ഞാൻ പറഞ്ഞു. 24 ഓക്സിലറീസ് എഴുതിയതില്ല. ഈ 3 ബി ഗ്രൂപ്പ്, ഡു ഗ്രൂപ്പ്, ഹാസ് ഗ്രൂപ്പ്, ഇവയെ ടോട്ടലി നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയും. പ്രൈമറി ഓക്സിലറീസ്. ഇതിനെ നമുക്ക് അതല്ലാത്ത ബാക്കി ക്യാൻ മുതൽ ഇങ്ങോട്ടുള്ള ബാക്കി എല്ലാത്തിനെയും നമുക്ക് മോഡൽ ഓക്സിലറീസ് എന്ന് പറയാം. അപ്പോൾ ഓക്സിലറീസ് ആർ 2 ഗ്രൂപ്പ്സ്. 24 ഓക്സിലറീസിനെ തന്നെ 2 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ ഇവിടെ എഴുതിയിട്ടുള്ള 3 നമുക്ക് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയാം. പ്രൈമറി ഓക്സിലറീസ് എന്നാണ് പറയാം. അല്ലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻ മുതൽ അങ്ങോട്ടുള്ളതിനൊക്കെ നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്നും പറയും. മോഡൽ MODEL മോഡൽ എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറീസ് ആണ്. സോ ഓക്സിലറീസ് 24 ഓക്സിലറീസ് ആർ ഡിവൈഡഡ് ഇൻടു or classified into 2. They are called primary auxiliaries and model auxiliaries. So നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ വ്യക്തമാണ്. ക്ലിയർ, ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇവിടെ എഴുതിയിരിക്കുന്നതാണ് പ്രൈമറി ഓക്സിലറീസ്. ആം മുതൽ ഹാഡ് വരെ കൊടുത്തിരിക്കുന്നതാണ് പ്രൈമറി ഓക്സിലറീസ്. നമുക്ക് അതിലേക്കാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം പ്രൈമറി ഓക്സിലറീസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ പ്രൈമറി ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെരി സിമ്പിളാണ്. ബി, ഡു, ഹാസ് ഈ 3 അവയുടെ ഫാമിലിയാണ് മനസ്സിലാക്കിച്ചാൽ. ബി എന്ന് പറയുമ്പോൾ ആം, ഈസ്, ആർ, വാസ്, വേർ. ഡു ഫാമിലി എന്ന് പറയുമ്പോൾ ഡു, ഡസ്, ഡിഡ്. ഹാവ് ആണ്. ഹാസ് അല്ല, ഹാവ് ഫാമിലിയാണ്. ഹാവ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹാവ്, ഹാസ്, ഹാഡ് ഇങ്ങനെ 3 എണ്ണാണെന്ന് മനസ്സിലാക്കിച്ചാൽ. ഇത്രയും മനസ്സിലാക്കിച്ചാൽ ഇവ പ്രൈമറി ഓക്സിലറീസ് ആണെന്ന് ബോധ്യപ്പെടും. ഓക്കെ.
സോ ഞാനിത് വായിക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ ഗ്രാമർ പഠനത്തിലോ അല്ലെങ്കിൽ ഡിക്ഷണറിലൊക്കെ നമ്മൾ നോക്കുന്ന വേർഡ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓക്സിലറി വേർബ്സിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഓക്സ് ഇങ്ങനെ കാണാറുണ്ട്. ഇങ്ങനെ കണ്ടാൽ ഓക്സിലറി വേർബ് ആണ് ആ വേർഡ് എന്നുകൂടി ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓക്സിലറീസിൻ്റെ 2 കാറ്റഗറീസ് പറഞ്ഞു. ആം, ഈസ്, ആറ് അടങ്ങുന്ന പ്രൈമറിയും ക്യാൻ മുതൽ അങ്ങോട്ട് പോകുന്ന മോഡൽ ഓക്സിലറീസുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ആദ്യത്തെ പ്രൈമറി ഓക്സിലറീസിൻ്റെ കുറച്ചെണ്ണം നമുക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. ഇത് 3 നമുക്ക് ആദ്യം എടുക്കാം. ഇതിൻ്റെ 3 അർത്ഥത്തിൽ എങ്ങനെയാണ് വരുന്നത്? ആം എന്ന് പറഞ്ഞാൽ അർത്ഥം ആകുന്നു എന്ന് തന്നെ. ഈസ് എന്ന് പറഞ്ഞാലും ആകുന്നു തന്നെയാണ് അർത്ഥം. ആർ എന്ന് പറഞ്ഞാലും ആകുന്നു. സോ എന്തുകൊണ്ടാണ് ആകുന്നു എന്ന അർത്ഥത്തിൽ തന്നെ 3 വേർഡ്സ് നമ്മുടെ ഓക്സിലറീസ് പഠിച്ചു? ആകുന്നു എന്ന അർത്ഥത്തിൽ തന്നെ. സോ ഇത് ഉപയോഗിക്കുന്നിടത്ത് എന്താണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക? ആകുന്നു എന്ന അർത്ഥത്തിൽ തന്നെ 3 ആവശ്യം എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പോകുന്നുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് വരാറുള്ളത്. ആകുന്നു എന്ന് നമുക്ക് എഴുതണമെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ഘട്ടത്തിൽ, ഒരു കോണ്ടെക്സ്റ്റിൽ, ഒരു സെന്റൻസിൽ, ഒരു സന്ദർഭത്തിൽ നമുക്ക് ആകുന്നു എന്ന് എഴുതണം. നമ്മളിതിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? കൺഫ്യൂഷൻ ഒന്നും ആകേണ്ട ആവശ്യമില്ല. അത് ഉപയോഗിക്കുന്നതിന് ഒരു രീതിയുണ്ട്. സബ്ജക്റ്റ് അനുസരിച്ച് ആ സെന്റൻസിലെ ക്രിയ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം, അത് ആരെയാണോ ഉദ്ദേശിച്ച് പറയുന്നതെങ്കിൽ അത് അയാളായിരിക്കും സബ്ജക്റ്റ്, ഡൂർ ഓഫ് ദി ആക്ഷൻ, ആക്ഷൻ ചെയ്യുന്ന ആൾ. അയാൾ ആരാണെന്ന് നോക്കണം. അയാൾ ഐ എന്ന സബ്ജക്റ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ, ഒരാൾ പറയാണ് ഐ ആം എ സിംഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആം നമ്മൾ ഉപയോഗിച്ചു. ആം നമ്മൾ ഉപയോഗിച്ചത് ആകുന്നു എന്ന അർത്ഥത്തിലാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐ ആം എ സിംഗർ എന്ന് പറയുമ്പോൾ ആം ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. ഐ എന്ന സബ്ജക്റ്റ്, ഐ എന്ന വേർഡ് ഒരു വേർഡാണ്, ഐ ഒരു ലെറ്ററാണ് ഐ, അതോടൊപ്പം തന്നെ ഒരു മീനിങ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഐ. ആ ഐ സബ്ജക്റ്റ് ആയിട്ട്, ഞാൻ എന്ന ഐ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആകുന്നു എന്ന അർത്ഥത്തിൽ ആം ഉപയോഗിക്കുന്നു. കാരണം അത് ഐ ആയതുകൊണ്ട്. ഐൻ്റെ കൂടെ മാത്രമേ ആകുന്നു എന്ന അർത്ഥത്തിൽ ആം ഉപയോഗിക്കാറുള്ളൂ. ഇതൊരു സ്പെഷ്യൽ കേസാണ്, സ്പെഷ്യൽ നോട്ടാണ്. ഇനി നമ്മൾ ഈസ് എവിടെ ഉപയോഗിക്കണം? ഈസ് നമുക്കൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ, രാജു ഈസ് എ ബോയ് എന്ന് പറയുമ്പോൾ ഈസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത്. ഈസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആകുന്നു എന്ന അർത്ഥത്തിൽ. അപ്പൊ ഈസോട് ഉപയോഗിക്കാനുള്ള കാരണം, അപ്പോൾ അവിടെ സബ്ജക്റ്റ് നോക്കണം. ആരാണ് സബ്ജക്റ്റ്? രാജു. രാജു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വൽ ആണ്, അഥവാ സിംഗുലർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നൗണുകൾ സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് ഐ ആകുമ്പോൾ മാത്രം ആം ഉപയോഗിക്കുന്നു എങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈസ്, ആകുന്നു എന്ന അർത്ഥത്തിൽ ഈസ്. ഇനി ആർ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ they are my friends. They are my friends. ഇതിൽ നമ്മൾ ആർ ഉപയോഗിച്ചു. ആർ എന്നതിൻ്റെ അർത്ഥം ആകുന്നെന്നാണ്. ആർ നമ്മൾ ഉപയോഗിച്ചു.
അതിൽ സബ്ജക്റ്റ് നോക്കണം. ദേ എന്നാണ് സബ്ജക്റ്റ്. ദേ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആർ ഉപയോഗിച്ചത്. അഥവാ ദേ എന്നുള്ളത് ഐ അല്ല, അപ്പൊ നമ്മൾ ആം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സിംഗുലർ അല്ല, അതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിച്ചില്ല. പ്ലൂറൽ ആയതുകൊണ്ട് ഒന്നിൽ കൂടുതൽ, മോർ ദാൻ വൺ എന്നാണ് പ്ലൂറലിന്റെ അർത്ഥം. മോർ ദാൻ വൺ, 2 ആയാലും 2 or more എത്രയായാലും അത് പ്ലൂറലായിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ആർ ഉപയോഗിച്ചു. ഇവിടെ സബ്ജക്റ്റ് ദേ ആയതുകൊണ്ടാണ്. ഇനി ദേ എന്ന അർത്ഥത്തിൽ ദേ എന്ന് മാത്രം ആകണമെന്നില്ല. നമുക്ക് ദേക്ക് പകരം സബ്ജക്റ്റ് പ്ലൂറലായിട്ട് വരുന്ന, ഫോർ എക്സാമ്പിൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിവിടെ ഈ എക്സാം നോക്കിയാൽ റഹീം ആൻഡ് റിയാസ് ആർ ഫ്രണ്ട്സ്. റഹീം ആൻഡ് റിയാസ് ആർ ഫ്രണ്ട്സ്. ഇവിടെ എഴുതിയിരിക്കുന്ന സബ്ജക്റ്റ് റഹീം ആൻഡ് റിയാസ് എന്നുള്ളതാണ്. ഇവിടെ മുതലേ സബ്ജക്റ്റ് ആണ്. അപ്പോൾ റഹീം ആൻഡ് റിയാസ് എന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അവരെ കുറിച്ച് പറയുമ്പോൾ അവർ ആകുന്നു എന്ന് പറയാൻ നമ്മൾ ആർ ഉപയോഗിച്ചു. കാരണം ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഒന്നുണ്ടാണ്. അപ്പൊ നമുക്കിവിടെ ആമിന്റെയും ഈസിന്റെയും ആറിന്റെയും യൂസേജ് ആണ് ഞാൻ ആദ്യം, അർത്ഥത്തിലാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ആമിന്റെ എക്സാമ്പിൾ ഞങ്ങൾ ഒന്നുകൂടി ഇവിടെ ലിസ്റ്റ് ചെയ്താൽ, ആം എ സിംഗർ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആം ഉപയോഗിച്ചത്. ഇവിടെ ആം ഉപയോഗിച്ചു, ഈസ് ഉപയോഗിച്ചു, ആർ ഉപയോഗിച്ചു. ആറിന്റെ 2 എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് ദേ എന്ന് പറയുമ്പോൾ അവർ എന്ന് നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും അതൊരു പ്ലൂറലാണ്. ഇനി പ്ലൂറൽ ആണോ അല്ലെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന സബ്ജക്ട് നോക്കണം. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. റിയാസ് ആൻഡ് റഹീം ആൻഡ് റിയാസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളായല്ലോ. അപ്പൊ നമ്മൾ ആർ ഉപയോഗിച്ചു. അപ്പോൾ ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും അർത്ഥം നമുക്ക്, അർത്ഥത്തിലുള്ള ഒരു യൂസേജിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഇത് ക്ലിയർ ആയിട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഞാനിത് വായിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത 2 എടുക്കാം, ചെക്ക് ചെയ്യാം. നമുക്ക് അടുത്ത 2 അത് വാസ് വേർ എന്നതാണ്. അർത്ഥമാണ് നമ്മൾ പറയുന്നത്. വാസ് വേർ. വാസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ആയിരുന്നു എന്നാണ്. ആയിരുന്നു, പാസ്റ്റിലേക്ക് പോയി. ആയിരുന്നു എന്നുള്ളതാണ്. വേറിന്റെ അർത്ഥവും ആയിരുന്നു എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ആയിരുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് 2 വാക്കുകളും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ യൂസേജ്, അത് ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ ഒരു കേസ് ഇവിടെ ഇല്ല. നേരത്തെ നമ്മൾ ആകുന്നു എന്ന അർത്ഥത്തിൽ 3 പറഞ്ഞു. ആമും ഈസും ആറും പറഞ്ഞു. പക്ഷെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസും വേറെ ഉള്ളു. അപ്പൊ നമുക്ക് മനസ്സിലായി ഐക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് ഒരു യൂസേജ് ഇല്ല. നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ഐ ആണെങ്കിലും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും ഐ ചിലപ്പോൾ സിംഗുലറിന്റെ റോളുകളും ചിലപ്പോൾ പ്ലൂറലിന്റെ റോളുകളാണ് ഐക്ക് ഉണ്ടാവുക. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് വാസ്, ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് മൈ ഫ്രണ്ട്. സോറി, ഷീ വാസ് മൈ ഫ്രണ്ട്. ഷീ വാസ് മൈ ഫ്രണ്ട്. അവൾ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. അത് നമ്മളിവിടെ വാസ് ഉപയോഗിച്ചു. കാരണം സബ്ജക്ട് ഈസ് സിംഗുലർ. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി വേർ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. They were my neighbors. അർത്ഥം പറയാം. They were my neighbors. ഇവിടെ അവർ ആയിരുന്നു. അവർ ആയിരുന്നു. എന്തായിരുന്നു? മൈ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോ ഇവിടെ നമ്മൾ കണ്ടത് സബ്ജക്റ്റ് ദേ ആയപ്പോൾ വേർ ഉപയോഗിച്ചു. അഥവാ സബ്ജക്റ്റ് പ്ലൂറൽ ആയപ്പോൾ നമ്മൾ വേർ ഉപയോഗിച്ചു. ആയിരുന്നു എന്നർത്ഥം പറയാൻ. ആകുന്നു എന്ന് വേണ്ടി നമ്മൾ ആറാണ് ഉപയോഗിച്ചത്. ആയിരുന്നു പറയാൻ വേർ ഉപയോഗിച്ചു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജു ആൻഡ് റഹീം ആൻഡ് രാജു.
നമ്മൾ കണ്ടത് റഹീം ആൻഡ് രാജു വേർ ഫ്രണ്ട്സ്. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ അവിടെ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി റഹീം ആൻഡ് രാജു, രണ്ടും റഹീമും രാജുവും രണ്ടുപേരെയും എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതലായല്ലോ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറലായി, ഒന്നിൽ കൂടുതലായി. അതുകൊണ്ട് നമ്മൾ വേർ ഉപയോഗിച്ചു. ഇവിടെയും ഒന്നിൽ കൂടുതൽ, ദേ അവർ എന്ന് പറയുമ്പോഴും പ്ലൂറലാണ്. അപ്പൊ നമ്മൾ വേർ ഉപയോഗിച്ചു. ഷീ ഓർ ഹി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ പേര് മാത്രം റഹീം വാസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ റഹീം ഒറ്റയ്ക്കാണ്. അപ്പോ ഇത് ഇനി ഇവിടെ ഐന്റെ കേസ്, ഐക്ക് ഇവിടെ എന്താണ് റോൾ? ഐന്റെ റോള് I was a dancer. I was a dancer. ഇവിടെ ആയിരുന്നു എന്നർത്ഥത്തിൽ ഐക്ക് സിംഗുലർ റൂളാണ് അപ്ലിക്കബിൾ ആകുന്നത്, അപ്ലൈ ചെയ്യുന്നത് നമ്മൾ. ഐ വാസ് എ ഡാൻസർ, ഞാനൊരു ഡാൻസർ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി ഐ സബ്ജക്റ്റ് ആയപ്പോൾ നമ്മൾ വാസ് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സബ്ജക്റ്റിനനുസരിച്ചാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആമിന്റെയും ഈസിന്റെയും ആറിന്റെയും വാസിന്റെയും വേറിന്റെയും ഉപയോഗത്തെ കുറിച്ച് നമ്മൾ കൊണ്ടുവന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനത് മായ്ക്കുകയാണ്. നോട്ട് ചെയ്യുന്നവർക്ക് ഇത് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു അര സെക്കൻഡ് സമയം തരാം. ഇതെല്ലാവരും എഴുതി കാണും. ജസ്റ്റ് വായിക്കണം. അപ്പോൾ ഓക്സിലറീസ് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ടെന്നാണ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുക. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ പോകുമ്പോൾ വലിയ മിസ്റ്റേക്കുകൾ നമ്മുടെ എഴുത്തിലും സംസാരത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ ക്വാളിഫിക്കേഷൻസുള്ള ആളുകൾ തന്നെ വളരെ സിമ്പിളായ ഒരു സെന്റൻസ് എഴുതുമ്പോൾ പോലും അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം ഭാഷാ തെറ്റുകൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കണം. നമ്മളിപ്പോ പ്രത്യേകിച്ചും ഈ കാലത്ത്, പുതിയ കാലത്തൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകളും എസ്പെഷ്യലി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട്. മഷ്റൂമിംഗ് ഓഫ് ക്ലാസ്സസ് ആണ്, ഒരുപാട് ക്ലാസ്സുകൾ കാണാം. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് സംസാരിക്കുക എന്നുള്ളത് മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം. ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ കേവലം, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ഒരു ഭാഷയുടെ പ്രാവീണ്യം അല്ലെങ്കിൽ അതിൽ നമ്മൾ എക്സ്പെർട്ട് ആകുന്നു അല്ലെങ്കിൽ അത് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ 4 സ്കില്ലുകളും പഠിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ലിസണിങ്ങും റീഡിങ്ങും സ്പീക്കിങ്ങും റൈറ്റിങ്ങും 4 പഠിച്ചാലേ നമ്മൾ. സ്പീക്കിംഗ് മാത്രം പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് ഒരു ഭാഷ നന്നായിട്ട് പഠിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുന്നത് സ്പീക്കിംഗ് മാത്രമല്ല, റൈറ്റിംഗ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സ്പീക്കിംഗും റൈറ്റിംഗും ക്ലിയർ ആയാൽ മാത്രം നമുക്ക് ലിസണിങ്ങും സ്പീക്കിങ്ങും നമുക്ക് ക്ലിയർ ആകാൻ പറ്റുള്ളൂ. ലിസണിങ്ങും സ്പീക്കിങ്ങും ക്ലിയർ ആയാൽ ഇവിടെ നമുക്ക് കുറച്ച് സപ്പോർട്ട്. അപ്പൊ പരസ്പരം ഇന്റർ ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന 4 സ്കില്ലുകളുടെയും അക്വിസിഷനാണ് നമ്മുടെ ഭാഷാ പഠനത്തെ ഏറ്റവും പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചാലും ഏത് കോഴ്സ് പഠിച്ചാലും ഭാഷയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സെന്റൻസിന്, അപ്പം നമ്മൾ മലയാളത്തിൽ ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ തന്നെ പ്രയോഗത്തിൽ വന്നാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഭാഷ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് മദർ ടങ് ആയിട്ട് പഠിച്ചൊന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെ തെറ്റ് വന്നാൽ നമുക്ക് മനസ്സിലാവാതിരിക്കാനുള്ള കാരണം ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഓക്സിലറീസിനെ ഇവിടെ എടുത്തത്. ഇനി ഓക്സിലറീസ് തന്നെ നമുക്ക് ഈ കമ്മിങ് ടോപ്പിക്സിൽ നമുക്ക് ഇനി ഇംഗ്ലീഷിന്റെ ഒരു വലിയൊരു ഭാഗമാണ് ടെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ ടെൻസ് പഠിക്കാൻ വേണ്ടി ഓക്സിലറീസ് ഒരുപാട് ഉപകാരപ്പെടും. നമുക്ക് അതിലേക്ക് വരാം, പിന്നീട് വരാം, കമ്മിങ് എപ്പിസോഡ്സിൽ വരാം. അതുപോലെ തന്നെ മറ്റൊരുപാട് എപ്പിസോഡ്, മറ്റൊരുപാട് പോർഷൻസ് പഠിക്കുമ്പോൾ ഈ ഓക്സിലറീസ് നമുക്ക് വളരെ ഉപകാരപ്പെടും. അപ്പൊ ഇനി ഞാൻ മറ്റൊരു ഭാഗത്തേക്ക്, നിങ്ങളുടെ ഈ 5 മാത്രം നമ്മൾ ഇന്നത്തെ പ്രൈമറി ഓക്സിലറീസ് തന്നെ നമുക്ക് പഠിച്ചു തീരാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിൽ പോലും നമ്മൾ ഈ 5 പറഞ്ഞ 5 നമ്മൾ എടുക്കാം. ഇതിന്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ആണ് എന്ന് പറഞ്ഞത്. ഞാൻ ചില എക്സാമ്പിൾസ് ബോർഡിൽ എഴുതാം, നമുക്കതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ നമ്മൾ ഐ ആം എ ഡാൻസർ എന്ന് എഴുതി. രണ്ട് സെന്റൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഐ ആം എ ഡാൻസർ, സെക്കൻഡ് വൺ ഐ ആം റീഡിങ് ബുക്ക്. ഇവിടെ രണ്ട് സെന്റൻസിലും ഞാൻ ഐ ആം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് സെന്റൻസിലും ഞാൻ ഐ ആം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഐ ആം, ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ സെന്റൻസിൽ ഫസ്റ്റ് സെന്റൻസ് ഐ ആം എ ഡാൻസർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഐ ആം എ ഡാൻസർ. ഇവിടെ ആമിന്റെ ഫംഗ്ഷൻ നോക്കണം. ആകുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം അതാണെങ്കിൽ പോലും ഫംഗ്ഷൻ എന്താണെന്ന് നോക്കണം. ഒരു പ്രധാനപ്പെട്ട വെർബിന്റെ, മെയിൻ വെർബിന്റെ, പ്രിൻസിപ്പൽ വെർബിന്റെ ഫംഗ്ഷനാണ് ഇവിടെ ഐ ആം നിർവഹിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ ഐ ആം റീഡിങ് എ ബുക്ക്. ഇവിടെ മെയിൻ വെർബ്, മെയിൻ ആയിട്ട് ഫംഗ്ഷൻ പ്രിൻസിപ്പൽ വെർബ് റീഡിംഗ് ആണ്. റീഡിംഗ് ആണ്. ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് നമുക്കൊരു പ്രിൻസിപ്പൽ വെർബിനെ കാണാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ സെന്റൻസിൽ പ്രിൻസിപ്പൽ വെർബിനെ കാണാൻ പറ്റുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഓക്സിലറി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആമിന് ഒരു ഓക്സിലറിയുടെയും അതോടൊപ്പം തന്നെ ഒരു മെയിൻ വെർബിന്റെയും ഫംഗ്ഷൻ നിർവഹിക്കാൻ പറ്റും. ഇത് ആമിന്റെ കേസിൽ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പ്രൈമറി ഓക്സിലറീസിന്റെ മൊത്തവും നമുക്ക് അതിനെ കാണാൻ പറ്റും. നമ്മൾ മറ്റേ എക്സാമ്പിൾസ് ഈസ് വെച്ച് എഴുതിയാൽ രാജു ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ് ഉപയോഗിച്ചു. ഓക്സിലറി ഒരു ഈസ് നമ്മൾ ഉപയോഗിച്ചത് ഓക്സിലറി ആണ് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അതിൽ മറ്റൊരു വെർബില്ല. സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വെർബ് അവിടെ ഇല്ല. ഈസിന് ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈസയുടെ മെയിൻ ആയിട്ട് നിൽക്കണം, വെർബായിട്ട് തന്നെ നിൽക്കണം. ഇനി ഇവിടെ ഇതിന് ഞാൻ നാലാമത്തെ സെന്റൻസ് എഴുതാം. ഇതിന്റെ നെക്സ്റ്റ് സെന്റൻസ് എഴുതാം. ഇവിടെ രാജു ഈസ് റീഡിങ് എന്ന് പറയുമ്പോൾ റീഡിങ് എന്നതാണ് അവിടെ നടക്കുന്ന ഒരു ആക്ഷൻ. ആക്ഷൻ റീഡിങ് ആണ്. അവിടെ നടക്കുന്ന പ്രവർത്തനം റീഡിങ് ആണ്. ആ റീഡിങ് എന്ന വെർബിനെ റീഡിങ് ആയി നിൽക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഒരു സ്കഫോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈസിന് പ്രത്യേകമായ ഒരു അർത്ഥം നമുക്കിവിടെ നമ്മൾ കൊടുക്കേണ്ടതില്ല. രാജു ഈസ് റീഡിങ് എ ബുക്ക്. രാജു ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ റീഡിങ് എന്ന് പറയുന്ന വെർബിന്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി, ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ്, അതിനെ ഒരു ഓക്സിലറി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈസോട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈസിന്റെയും ആമിൽ കണ്ട അതേ വ്യത്യാസം, ഒരു കോമൺ ഫീച്ചർ തന്നെ ഇവിടെ നമ്മൾ കണ്ടു. ഈസ് ഒരു മെയിൻ വെർബായിട്ടും ഒരു ഓക്സിലറി വെർബായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നു. നമുക്ക് ആറിലേക്ക് നോക്കാം. ഈ ഒരു സെന്റൻസ് നമ്മൾ എടുത്താൽ ദേ ആർ ഡോക്ടേഴ്സ്. അവർ ഡോക്ടേഴ്സ് ആകുന്നു എന്ന് പറയുമ്പോഴും കുറച്ച് ആളുകൾ കണ്ടിട്ട് ദേ ആർ ഗോയിങ് ടു സ്കൂൾ. ദേ ആർ ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ ദേ എന്ന സബ്ജക്റ്റ് ആണെങ്കിലും ആർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗോയിങ് എന്ന് പറയുന്ന വെർബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആറ് നമുക്ക് എന്ത് ചെയ്യാം, മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഓക്സിലറി സപ്പോർട്ടിങ് ഹെൽപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വാസും വേറും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് കൂടി എഴുതി നോക്കാം.
ഐ വാസ് എ ഡാൻസർ എന്ന് പറയുമ്പോൾ വാസ് നമ്മൾ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി തന്നെ ഐ വാസ് റീഡിങ്, നമുക്കങ്ങനെ പോകാം, ബാക്കി നമ്മൾ ഫിനിഷ് ചെയ്യണമെന്നില്ല. ഇവിടെ നമ്മൾ വാസ് ഉപയോഗിച്ചിരിക്കുന്നത് റീഡിങ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വാസ് മെയിനായിട്ട് ഉപയോഗിച്ചു, വാസ് സപ്പോർട്ടിംഗ് ആയിട്ടും ഉപയോഗിച്ചു. ദ നെക്സ്റ്റ് വൺ വേറിൻ്റെതാണ്. They were dancers. അവർ ഡാൻസേഴ്സ് ആകുന്നു. നമ്മൾ വേറെ ഉപയോഗിച്ചു, മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചു. Then they were dancing എന്ന് പറയുമ്പോൾ ഡാൻസിങ് എന്ന് പറയുന്ന ആക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ, വെർബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വേറെ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ആമും ഈസും ആറും വാസും വേറും മെയിനായിട്ടും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഇത് വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓക്സിലറി എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ ഓക്സിലറി വെർബ്സിൽ 24 ഉണ്ട്. അതിന് ടോട്ടലി നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും ഡിവൈഡ് ചെയ്തു. പ്രൈമറി ഓക്സിലറീസിൽ തന്നെ ബി എന്ന് പറയുന്ന ബി ഫാമിലിയെ മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഡു ഫാമിലിയിലേക്ക് പോകാം. ഡു, ഡസ്, ഡിഡ്, ഇതാണ് ഡു ഫാമിലി. ഇനി ഡു, ഡസ്, ഡിഡിൻ്റെ ഉപയോഗവും നമ്മൾ നോക്കുമ്പോൾ ഡൂവിൻ്റെയും ഡസിൻ്റെയും പാസ്റ്റ് സെൻസിലാണ് നമ്മൾ ഇത് ഡിഡ് ഉപയോഗിക്കുക. പാസ്റ്റ് സെൻസ് ഓഫ് ഡൂവിൻ്റെയും ഡസിൻ്റെയും പാസ്റ്റ് സെൻസിലാണ് നമ്മൾ ഡു ഡിഡ് ഉപയോഗിക്കാറുള്ളത്. ഇത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഉപയോഗങ്ങൾ പ്രത്യേകമായി പഠിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ചില എക്സാമ്പിൾസ് ബോർഡിൽ നമുക്ക് എഴുതി വെക്കാം. ഡു മാത്രം ആദ്യം എടുക്കാം. ഡു എടുക്കുമ്പോൾ ഡു എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? ഡു നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ. ഉദാഹരണം I do my homework at home. I do my homework at home. പ്രസന്റ് ആണ്. ഡൂവും ഡസും പ്രസന്റും ഡിഡ് പാസ്റ്റും ആണ്. അപ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഡു ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇനി ഷീ ആണ് ഇവിടെ സബ്ജക്റ്റ് എങ്കിൽ, ഇതേ സെന്റൻസ് പറയുന്നതിന് ഷീ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഡു ഉപയോഗിക്കാൻ പാടില്ല, ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഷീ ഡസ് her homework at home. ഇവിടെ നമ്മൾ ഡസ് ഉപയോഗിച്ചിരിക്കുന്നു. സബ്ജക്റ്റ് നോക്കണം, ഷീ ആണ്. ഇനി ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. They do their homework at home. അപ്പോൾ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, പ്രസന്റ് സെൻസിലാണെങ്കിൽ നമുക്ക് ഡു ഡസ് ഉപയോഗിക്കുകയാണ് വേണ്ടത്.
ഡു ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഐ ആകുമ്പോഴും ദേ ആകുമ്പോഴും. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐക്ക് പ്ലൂറൽ റൂളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ സബ്ജക്റ്റിന് വാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ സബ്ജക്റ്റിന്റെ ഐന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഐക്ക് സ്പെഷ്യൽ അവിടെ സിംഗുലറിന്റെ റൂളാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ പ്ലൂറലിന്റെ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഡസ് ഉപയോഗിക്കുന്നു. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡൂവിന്റെയും ഡസിന്റെയും പാസ്റ്റ് ആണ് ഡിഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഐ ഡിഡ് മൈ ഹോംവർക്ക് അറ്റ് ഹോം എന്ന് പറയാം. ഇനി അവിടെ സബ്ജക്റ്റ് മാറിയാലും ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും പ്രശ്നമില്ല. നമുക്ക് സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ കുഴപ്പമില്ല. ഷീ ഡിഡ് ഹർ ഹോംവർക്ക്. അറ്റ് ഹോം എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഡ് ഉപയോഗിച്ചിരിക്കുന്നു. പാസ്റ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഡിഡ് ഉപയോഗിച്ചു. ഷീ അവിടെ ഐ ആയപ്പോൾ നമ്മൾ ഡിഡ് തന്നെയാണ് ഉപയോഗിച്ചത്. ഷീ ആയപ്പോൾ ഡിഡ് തന്നെ ഉപയോഗിച്ചത്. ഇനി പ്ലൂറൽ മറ്റു ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, ഉദാഹരണം ദേ ആണെങ്കിൽ, ഈ ദേ എന്നുള്ളത് സൗകര്യപൂർവ്വം പ്രയോഗിക്കുകയാണ്. ദേക്ക് പകരം നേരത്തെ പറഞ്ഞ ആളുകളെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാലും, ഉദാഹരണം രാജു ആൻഡ് ഫ്രണ്ട്സ്, ഒരു രാജു ആൻഡ് രഘു, ഇങ്ങനെ ആരെ പേര് പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ള സബ്ജക്റ്റും തോന്നുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലൂറലാണ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. They did their homework at home. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഡിഡ് ആണ് ഉപയോഗിച്ചത്, സബ്ജക്റ്റ് പ്ലൂറൽ. അപ്പോൾ മൂന്നിന് നമ്മൾ ഡിഡ് ഉപയോഗിച്ചു, പക്ഷേ സബ്ജക്റ്റ് ഏതാണ് നമ്മൾ നോക്കിയിട്ടില്ല. കാരണം ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഐ ആയാലും ഒന്നും കുഴപ്പമില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് നോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളതിൻ്റെ ഓക്സിലറി ആയിട്ടും മെയിനായിട്ടും ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസിലേക്ക് കടക്കും. ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതുമ്പോൾ നോക്കണം. ഐ ഡു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ എന്ന്. അതേ സാധനം തന്നെ വേറൊരു കാര്യം എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിളും ഇവിടെ പറയുന്ന എക്സാമ്പിൾ നമ്മളുടെ വ്യത്യാസം നോക്കാം. ഇവിടെ യൂസേജിലാണ്, ഡൂവിൻ്റെ യൂസേജിലാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ സെന്റൻസിൽ ദ ഫസ്റ്റ് സെന്റൻസ് വി ക്യാൻ സീ എ പ്രിൻസിപ്പൽ വെർബ്, മെയിൻ വെർബിനെ കാണാൻ പറ്റും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഡു ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഹിയർ ദ വേർഡ് ഡു ഈസ് യൂസ്ഡ് ആസ് ഓക്സിലറി വെർബ്. എന്നാൽ ദ സെക്കൻഡ് സെന്റൻസ് നമുക്ക് മറ്റൊരു വെർബിനെ കാണാൻ പറ്റില്ല. അവിടെ വെർബില്ല, മെയിൻ വെർബില്ല, പ്രിൻസിപ്പൽ വെർബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡു ഇവിടെ മെയിൻ വെർബായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. മെയിൻ വെർബായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് മറന്നു പോകരുത്. ഐ ഡു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ റീഡിനെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്ത് അതിനെ ഊന്നാൻ വേണ്ടിയാണ്, ഒരു എംഫസിസിന് വേണ്ടിയാണ് നമ്മളിവിടെ ഡു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡുവിൻ്റെ യൂസേജിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്രത്യേക ഒരു ഫീച്ചർ കൂടിയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ വെർബായിട്ടാണ്. ഇനി ഡിഡ് ഡസിലേക്ക് പോവാം. She does read newspaper എന്ന് പറയും. ഇവിടെ നമ്മൾ ഡസ്
എന്ന് പറയുന്ന വേർഡ് റീഡ് എന്നതിനെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കും, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കും. സോ ഹിയർ ഡസ് ഈസ് യൂസ്ഡ് ആസ് ഓക്സിലറി. ഇതേ സാധനം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ she ഇതിലേക്ക് വരുമ്പോൾ does here functions as an main verb, principal verb. In this sentence does functions as an auxiliary verb. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആമും മീസും വാസും ആ കാറ്റഗറി ബി ഫാമിലി പോലെ തന്നെ ഡു ഫാമിലിയിലെ ഡൂവും ഡസ്സും മെയിനായിട്ടും ഓക്സിലറി ആയിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ ഇതിൻ്റെ ഡെഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമുക്ക് പറയാം. ഇങ്ങനെ പറയാം, ഷി ഡിഡ് റീഡ് ഇറ്റ്. അവൾ തന്നെയാണ് വായിച്ചത്. വായിച്ചു എന്ന പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടി ഷി ഡിഡ് റീഡ് ഇറ്റ് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഷി ഡിഡ് ഹർ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഡ് മെയിൻ വെർബായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഡിഡിനും മെയിനായിട്ടും അതുപോലെ തന്നെ സബായിട്ടും മെയിനായിട്ടും ഓക്സിലറി ആയിട്ടും സപ്പോർട്ടിംഗ് ആയിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നു മനസ്സിലായി. സോ ഡു ഡസ് ഡിഡിൻ്റെ യൂസേജിലും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. വായിക്കാലോ. ഇനി നമുക്ക് പ്രൈമറി ഓക്സിലറീസിലെ ഒരു സെക്ഷന് കൂടിയേ നമുക്ക് പറയാൻ ബാക്കിയുള്ളൂ. ഹാവും ആൻഡ് ഫാമിലിയാണ്. ഹാവിൻ്റെ ഹാവ്, ഹാസ്, ഹാഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാവിൻ്റെയും ഹാസിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും പാസ്റ്റ് സെൻസിൽ നമ്മൾ ഹാഡ് ഉപയോഗിക്കും. പാസ്റ്റ് ആയിട്ട് ഹാഡ് ഉപയോഗിക്കും. പാസ്റ്റ് സെൻസിലാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ള വിഷയം. ഹാവിൻ്റെയും ഹാസിൻ്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. ഉണ്ട്. ഹാഡ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അർത്ഥത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഹാവ് എന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നും ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിന് അർത്ഥം ഏകദേശം മനസ്സിലായി. രണ്ടിൻ്റെയും പാസ്റ്റ് ഹാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഉണ്ട് എന്നാണ് അർത്ഥം വരിക. യൂസേജിലേക്ക് നമുക്ക് പോകാം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഷീ. ഈ ഷീന്റെ സ്ഥാനത്ത് ഒരു പേര് കൊടുക്കാം നമുക്ക്. ഓർ ഹി, ആരാവട്ടെ, ഷീ ഓർ ഹി ഓർ രാജു അല്ലെങ്കിൽ റഹീം. ഇങ്ങനെ ഏത് പേരായാലും ഏതാണായാലും പെണ്ണായാലും ഒരേ വ്യക്തി ഉള്ളുവെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. അങ്ങനെ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഷീ ഹാസ് എ കാർ അല്ലെങ്കിൽ ഹി ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ട്. ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹാസ് ഉപയോഗിച്ചു. ഉണ്ട് എന്ന് പറയാൻ ഹാസും ഹാവും ഉപയോഗിക്കാം. പക്ഷെ സബ്ജക്റ്റ് നോക്കണം. സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കും. ഇനി ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടാകും. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് കണ്ട് വീട്ടിലൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കിട്ടും. ഇനി പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ ഓരോ വ്യക്തി ഉള്ളൂ. ഒന്നിൽ കൂടുതൽ വ്യക്തി ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ പലപ്പോഴും മിസ്റ്റേക്സ് പല വിദ്യാർത്ഥികൾക്കും സംഭവിക്കാറുള്ളതാണ്. നമുക്ക് അതിലേക്ക് ഒന്നുകൂടി പോവാം. നന്നായിട്ട് പോവാം. they
ഇവിടെ ദേന്റെ സ്ഥാനത്ത് പേരുകൾ സൂചിപ്പിക്കുന്ന എന്തോ ആവാം. അത് വായിക്കുമ്പോൾ തന്നെ അത് സിംഗുലർ അല്ല പ്ലൂറൽ ആണെന്നുള്ള ബോധം നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സാമ്പിൾ വിശദീകരിച്ച് ചെയ്യുന്നില്ല. ദേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, ദേ ഹാവ് എ കാർ. അവർക്കൊരു കാർ ഉണ്ട്. അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹാവ് ഉപയോഗിച്ചത് സബ്ജക്റ്റ് ദേ ആയതുകൊണ്ടാണ്. സബ്ജക്റ്റ് ദേ ആയതുകൊണ്ടാണ് ഹാവ് എന്നർത്ഥത്തിൽ നമ്മൾ ഉണ്ട് എന്നർത്ഥത്തിൽ ഹാവ് ഉപയോഗിച്ചത്. പിന്നീട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഉണ്ട് എന്നർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു, ഹാവും ഹാസും പറഞ്ഞു. ഇനി ഉണ്ടായിരുന്നു എന്ന് പറയാൻ നേരെ നമ്മളിത് മാറ്റി കൊടുത്താൽ, ഉദാഹരണം അവൾക്ക് അല്ലെങ്കിൽ അവന് കാർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ എക്സാമ്പിൾ മാറ്റാം. ഷീ ഹാഡ് എ കാർ. ഹി ഹാഡ് എ കാർ. ഉണ്ടായിരുന്നു. ഇനി സബ്ജക്റ്റ് മാറുമ്പോഴും പ്രശ്നമില്ല, ഹാഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹാഡ് എ കാർ. ഇനി സബ്ജക്റ്റ് സിംഗുലർ ഓർ പ്ലൂറൽ, നോ ഡിഫറൻസ്, ഹാഡ് ഈസ് പാസ്റ്റ്. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ പിന്നെ ആകുന്നു ഉണ്ട് എന്നർത്ഥത്തിൽ ഹാസ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഉണ്ട് എന്നർത്ഥത്തിൽ ഹാവ് ഉപയോഗിക്കാം. എന്നാൽ സബ്ജക്റ്റ് ഏതായാലും ഉണ്ടായിരുന്നു എന്നാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഹാഡ് മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ മൂന്നിലെയും ഉപയോഗത്തിൽ അർത്ഥത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമുക്കിത് മനസ്സിലാക്കണം വിചാരിക്കുന്നു. ജസ്റ്റ് വേണമെങ്കിൽ എഴുതി നോക്കാം, എനിക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒരു മിനിറ്റ്, ഒരു 7 മിനിറ്റ്. നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. വായിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഉപയോഗത്തിലേക്ക് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് കൂടുതലേക്ക് വരാം. നമ്മൾ ഹാസിന്റെ മെയിൻ വെർബായിട്ട് ഓക്സിലറി വെർബായിട്ട് എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. റിയ has a car. Riya has poem. Riya has written a poem. ഇതിന്റെ രണ്ടിന്റെയും എക്സാമ്പിൾസും ഡിഫറൻസിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഹാസ് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. The first sentence, has is used as a main verb. has ഉണ്ട് എന്നുള്ളത് മെയിൻ verb ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. The second sentence, written എന്ന് പറയുന്ന വേർബിന്റെ ഫോം, വെർബ് ഫോർമേഷൻ, റിട്ടൺ എന്ന ഫോം പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഹാസ് ഉപയോഗിച്ചു. ഇത് ടെൻസിലേക്ക് വരുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിലേക്ക് നമ്മൾ ടെൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന സമയം ആ കാര്യത്തിൽ മനസ്സിലാവും. ഇവിടെ റിട്ടൺ എന്നതിന്റെ രൂപം കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി, ആ റിട്ടൺ എന്നതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഹാസ് ഉപയോഗിച്ചത്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓക്സിലറി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ മനസ്സിലായി, ഹാസ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചു. ഇവിടെ മറ്റൊരു വെർബ് ഇല്ല. We can see no a principal verb or a main verb in the first sentence. The second sentence we can see a main verb, right എന്ന് പറയുന്നതിന്റെ റിട്ടൺ ഫോം ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഹാസ് ഉപയോഗിച്ചത്. നമുക്കിത് മനസ്സിലായി. ഹാസിന്റെ മെയിൻ വെർബായിട്ടും ഓക്സിലറി ആയിട്ടും ഉപയോഗിക്കുന്ന രൂപം മനസ്സിലായി. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, ഹാവ് ഉപയോഗിക്കുമ്പോൾ, ഹാസ് ആകുമ്പോൾ പറഞ്ഞത്, ഇനി ഹാവ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ഐ ആകാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ദേ ആവാം. അഥവാ സബ്ജക്റ്റ് ഐ ആണെങ്കിലും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും ഒരേ റൂൾ. ഇവിടെ ഐക്ക് ഈ റൂളാണ് ബാധകം. ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറയാം, ദേ ഹാവ് എ കാർ എന്ന് പറയാം. ഇവിടെ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹാവ് മെയിൻ വെർബായിട്ട്. ഇനി ഹാവിന് വേറെ അർത്ഥം കൂടി ഉണ്ടെന്ന് ഇടക്ക് പറയാണ്. നമ്മൾ ഡ്രിങ്ക് ഓർ ഈറ്റ്, നമ്മൾ തിന്നുക കുടിക്കുക എന്ന അർത്ഥത്തിലും ഹാവ് ഉപയോഗിക്കേണ്ടത്. വേറൊരു സെക്ഷൻ ഭാഗമാണ് നമുക്ക് പിന്നീട് പറയാനാണെങ്കിൽ ഹാവ്. സോ ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഹാവ് മെയിൻ വെർബായിട്ടവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഈ നെക്സ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ
ജസ്റ്റ് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ ദേ ഓർ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോഴും ഐ ഓർ ദേ ഹാവ് gone to ഊട്ടി എന്ന് പറയുന്നത് have gone to ഊട്ടി. they have gone to ഊട്ടി എന്ന് പറയുമ്പോൾ gone എന്ന് പറയുന്ന വെർബിനെ go went gone എന്ന് പറയുന്ന വെർബിനെ സപ്പോർട്ട് ചെയ്യേണ്ട രൂപത്തിന്റെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് നമ്മളുടെ ഹാവ് ഉപയോഗിച്ചത്, മെയിൻ വെർബായിട്ടല്ല. അപ്പോൾ ഹാവും ഹാസും മെയിൻ വെർബായിട്ട് ഓക്സിലറി ആയിട്ടും ഇവിടെ ഉപയോഗിക്കുന്ന രൂപം പറഞ്ഞു. ഇത് ജസ്റ്റ് വായിക്കുന്നുണ്ട് എക്സാമ്പിൾ. നമുക്കിതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്കിത് ഈ മോഡൽസ് വെച്ചിട്ട് തന്നെ വീട്ടിൽ ഇരുന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. വായിക്കണം. ഇനി ഹാഡ് കൂടി പറഞ്ഞത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കണം, ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ആണ് ഹാഡ്. അപ്പൊ നമുക്ക് പിന്നെ അത് സിംഗുലർ സബ്ജക്റ്റ് ആയാലും പ്ലൂറൽ സബ്ജക്റ്റ് ആയാലും അവിടെ ഹാഡ് ഏതിന് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പ്രശ്നമില്ല, കൺഫ്യൂഷൻ അവിടെ ആവശ്യമില്ല. കാരണം അങ്ങനെ ഡിഫറൻസ് അവിടെ ഇല്ല, ഏത് സബ്ജക്റ്റ് ആയാലും ഹാഡ് ഉപയോഗിക്കാം. അപ്പോൾ ഐ ഞാൻ, അല്ലെങ്കിൽ ഷീ, അല്ലെങ്കിൽ ദേ, ഏതാണെങ്കിലും നമുക്ക് ഹാഡ് പാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഐ ഹാഡ് എ കാർ എന്ന് പറയാം, ഷീ ഹാഡ് എ കാർ എന്ന് പറയാം, ദേ ഹാഡ് എ കാർ എന്ന് പറയാം. അവിടെ സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല, ഹാഡ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഹാഡ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചു. ഇത് മെയിൻ വെർബായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി ഇതേ സാധനം തന്നെ സബ്ജക്റ്റ് ഐ ആവട്ടെ, ഹി ഓർ ഷീ ആവട്ടെ, ദേ ആവട്ടെ, ഏതായാലും കുഴപ്പമില്ല, ഹാഡ് ഗോൺ ടു ഊട്ടി എന്ന് പറയുമ്പോൾ ഐ ഹാഡ് ഗോൺ ടു ഊട്ടി, ദേ ഹാഡ് ഗോൺ ടു ഊട്ടി, ഷീ ഹാഡ് ഗോൺ ടു ഊട്ടി ഏത് പറഞ്ഞാലും സബ്ജക്റ്റ് ഏതായാലും ഹാഡ് ഗോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവിടെ ഈ ഗോൺ എന്ന് പറയുന്ന വെർബിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഇവിടെ ഹാഡ് നമ്മൾ ഉപയോഗിച്ചത്. സോ ഹാഡ് നമുക്കിവിടെ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഇവിടെ മെയിൻ വെർബായിട്ട് കാണാൻ പറ്റും. സോ ടുഡേ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് അവർ ദിസ് എപ്പിസോഡ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞ ടോട്ടൽ കാര്യങ്ങളെന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറയാൻ വേണ്ടി പോകണം. നമ്മളിന്ന് പറഞ്ഞത് ഓക്സിലറീസിനെ കുറിച്ചാണ്. 24 ഓക്സിലറീസ് ആണ് നമ്മൾ പറഞ്ഞത്. 24 ആണ് ഓക്സിലറീസ്. 24 ഓക്സിലറീസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്സിലറീസിന് രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് പ്രൈമറി ഓക്സിലറീസ് ആണ്, രണ്ടാമത്തെ സെക്ഷൻ മോഡൽ ഓക്സിലറീസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രൈമറി മാത്രമാണ്. പ്രൈമറി ഓക്സിലറീസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഫാമിലിയാണ്. ബി ഫാമിലി, ഡു ഫാമിലി ആൻഡ് ഹാവ് ഫാമിലി. ബീന്റെ കൂടെ ബി എന്ന് പറഞ്ഞാൽ 5 പേരടങ്ങുന്നതാണ്. ആം, ഈസ്, ആർ, വാസ്, വേർ. ഡു എന്ന് പറഞ്ഞാലും 3 മെമ്പേഴ്സാണ്. ഡു, ഡസ്, ഡിഡ്. ഹാവ് എന്ന് പറഞ്ഞാൽ ആ ഫാമിലി 3 മെമ്പേഴ്സാണ്. ഹാവ്, ഹാസ്, ഹാഡ്. ഇങ്ങനെ ഉള്ള 3 ഗ്രൂപ്പിനെയും ഉൾക്കൊള്ളുന്നതാണ് പ്രൈമറി ഓക്സിലറീസ്. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ ജനറലി വി ക്യാൻ സേ ഓക്സിലറീസ് ആർ സപ്പോർട്ടിംഗ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. എന്നാൽ പ്രൈമറി ഓക്സിലറീസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്, പ്രൈമറി ഓക്സിലറീസിന് മെയിൻ വെർബായിട്ടും ഒരു പ്രിൻസിപ്പൽ വെർബായിട്ടും അതേസമയം തന്നെ ഓക്സിലറി ആയിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഓക്സിലറീസിന്റെ മോഡൽസ് എന്ന് പറയുന്ന സെക്ഷൻ അത് വേറൊരു ഭാഗം തന്നെയാണ്. നമുക്ക് ആ ഭാഗം നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും സന്തോഷം.